കുഞ്ഞാടേ ആരാരും കാണാതുള്ളിൽ അഴലിൽ നോവു മറച്ചവനെ അങ്ങകലെ മാനം നിന്നെ മാടി വിളിക്കുണ്ടോ കൂരിരുളിൽ മെഴുതിരിയായി നീ സ്വയം എരിയുകയാണോ നോട്ട്ബുക്ക് എടുത്തേ ബോർഡിലേക്ക് ശ്രദ്ധിച്ചെല്ലാരും ഈ വൃത്തത്തിന്റെ വ്യാസം എങ്ങനെ കണ്ടുപിടിക്കാന്ന് നമുക്ക് നോക്കാം ആ ലാസ്റ്റ് വേണ്ടി വന്നോ ഇന്നും പുറത്തന്നെ നിന്നാ മതി 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 ആർക്കെങ്കിലും പുറത്തു വേണോ അപ്പം ഈ രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടിക്കിട്ടുന്നതാണ് ഈ വൃത്തത്തിന്റെ വ്യാസം എല്ലാവരും നോട്ട്ബുക്ക് എടുത്തേ എന്നിട്ട് ഈ ചിത്രം അതേ അളവിൽ നോട്ടിൽ നോക്കി വരച്ചേ ഇത് എന്തായാലും പരീക്ഷയ്ക്ക് വരും പിന്നെ ടീച്ചർ എടുത്തിട്ടില്ല അറിഞ്ഞിട്ടില്ല എന്നൊന്നും പറഞ്ഞിട്ട് ആരും ഇങ്ങോട്ട് വരണ്ട തിങ്കളാഴ്ച ഈ ഭാഗം ക്ലാസ് ടെസ്റ്റ് എടുക്കും എല്ലാവരും പഠിച്ചിട്ട് കൊണ്ട് വന്നാൽ മതി കേട്ടോ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം അനുവിന് സംശയമൊന്നുമില്ലല്ലോ അപ്പൊ ടെസ്റ്റ് പേപ്പർ ആരും മറക്കണ്ട നിന്നോട് എത്ര കാലമായി എന്തോണി ക്ലാസ് ലേറ്റ് ആയിട്ട് വരരുതെന്ന് പറയുന്നു നന്നാവാൻ ഒരു ഉദ്ദേശമില്ല അല്ലേ ടീച്ചറെ ഞാൻ കഷ്ടപ്പെട്ടെ എക്സ്ക്യൂസ് ഒന്നും ഉണ്ടാക്കണ്ട ഇങ്ങനെ പോയാലേ അടുത്ത വർഷം ഈ ക്ലാസ് തന്നെ ഇരിക്കാം പറഞ്ഞില്ലെന്ന് വേണ്ട ഇന്നും പുറത്ത് തന്നെയാണോടാ വാ ഗുഡ് മോർണിംഗ് ഇരിക്കെ അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എം മുകുന്ദൻ്റെ ദൈവത്തിൻ്റെ വികൃതികൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോവലിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ദിവ്യ, ദൈവത്തെ കണ്ടിട്ടുണ്ടോ? പള്ളിയിൽ പോയാൽ കാണാം മാഷേ ദൈവത്തെ. അപ്പോൾ പള്ളിയിൽ പോയ ദൈവത്തെ കാണാമെന്നാണ് പറയുന്നത്. വേറെ ഫസൽ എന്തിയേ?
വാപ്പ പറയുന്നത് എല്ലായിടത്തും ദൈവം ഉണ്ടെന്നാ. പക്ഷേ ഞങ്ങൾ പള്ളിയിൽ പോയാൽ പ്രാർത്ഥിക്കാറ്. അപ്പോൾ അവൻ്റെ പള്ളി പോലെ അവിടെയും ദൈവമുണ്ട്. ഇനി വേറെ ഏതെങ്കിലും അഭിപ്രായം ഉള്ളവരുണ്ടോ? ആകാശ് എന്തിയേ? ഞങ്ങളുടെ നാട്ടിൽ അമ്പലത്തിലാണ് ദൈവം. ഓരോ അമ്പലത്തിലും വേറെ വേറെ ദൈവങ്ങളാ. ഇരുന്നോ. അപ്പോൾ നിങ്ങളെല്ലാം പറഞ്ഞതനുസരിച്ച് പല ദൈവങ്ങളുണ്ട് അല്ലേ? അമ്പലത്തിൽ, മോസ്കിൽ, പള്ളിയിൽ. ഞാൻ എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു കാര്യം പറയാം. ഞാൻ ദൈവത്തെ കണ്ട ഒരു കാര്യം പറയാം. ഞാൻ ഇവിടെ ജോലിയൊക്കെ കിട്ടി ആദ്യമായിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ബസ് സ്റ്റാൻഡിൽ വെച്ച് എൻ്റെ പേഴ്സും എൻ്റെ ബാഗും ഒക്കെ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ എൻ്റെ സർട്ടിഫിക്കറ്റും പൈസ എല്ലാം അതിൻ്റെ അകത്താണ്. അപ്പോൾ ഞാൻ ആകെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചു പോയി. കാരണം നമ്മൾ ഈ ജോലിയൊക്കെ പോവുക ഈ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലെങ്കിലേ. അങ്ങനെ ഞാൻ തിരിച്ച് ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പോൾ ആ സാധനം അവിടെ ഇല്ല. ഭയങ്കര ടെൻഷനായി. അങ്ങനെ ഞാൻ ടെൻഷൻ അടിച്ച് ഇവിടെ വരുമ്പോൾ ഒരാൾ ഈ സാധനമായിട്ട് ഇവിടെ നിൽക്കുക. ഒരു കറുത്ത് തടിച്ച് കഷണ്ടിയൊക്കെ ആയിട്ട് ഒരാൾ. നമ്മൾ ഈ സിനിമയിലൊക്കെ വില്ലന്മാരെ കാണത്തില്ലേ, അതുപോലെ ഒരാൾ. അപ്പോൾ അത് തിരിച്ചു കിട്ടിയോടുകൂടിയാണ് എനിക്ക് ഞാൻ നോക്കുമ്പോൾ അയാളൊരു ദൈവത്തെ പോലെ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ദൈവം എന്ന് പറയുന്നത് പല രീതിയിലായിരിക്കും. എന്നെ സംബന്ധിച്ച് ആ കറുത്ത് തടിച്ച് കഷണ്ടിയായിട്ടുള്ള മനുഷ്യനാണ് എൻ്റെ ദൈവം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പലരും നമ്മുടെ മുന്നിൽ ദൈവങ്ങളായിട്ട് വരും. അതുപോലെ നമുക്കും പലരുടെ മുന്നിലും ദൈവങ്ങളാവാനും പറ്റും. അപ്പോൾ നമുക്ക് ബാക്കി പുസ്തകത്തിൽ പഠിക്കാനുള്ള ഭാഗത്തിലേക്ക് നമ്മളൊന്ന് പറഞ്ഞതേ ഉള്ളൂ. മാതാവേ കാക്കണേ. സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്കേ ഞാൻ തമണ്ണ കണ്ട്. പൈസ വാങ്ങാനാള് നാളെ വരുന്ന പറഞ്ഞു. അമ്മയുടെ അടുത്ത് പറയാൻ പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച അയാൾ ഇവിടെ വന്ന് ബഹളം വെച്ചിട്ടാ പോയത്. മോനപ്പം സ്കൂളിൽ പോയിരിക്കായിരുന്നു. ആ എങ്ങനെയെങ്കിലും അയാളുടെ കാശ് കൊടുത്ത് തീർക്കണം. നമുക്ക് നമ്മുടെ അമ്മണിയാണ്ടിനും കുട്ടീനും വിറ്റാല. അത് വേണ്ട മോനെ. മോനെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടല്ലേ അമ്മണിയാട്. അത് വേണ്ട. വേറെ എന്തെങ്കിലും ഒരു വഴി നോക്കാം. ആ ആടുള്ളതുകൊണ്ട് ഞാൻ സ്കൂളിൽ പോകാൻ വൈകണത്. പിന്നെ നമുക്ക് ആടിനും പിന്നെയും പേടിക്കാല. പിന്നെ അമ്മ അല്ല എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുട്ടി. എന്നാലും ആടിനെ വിറ്റതുകൊണ്ട് മാത്രം അയാൾക്ക് കൊടുക്കാനുള്ളത് തികയൊന്നും തോന്നണില്ല. നമുക്കേ ഡയാലിസിന് വെച്ചിരിക്കുന്ന കാശ് കൂടി എടുക്കാം. അയ്യോ പതിനോ? അതിന് ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. മോനിപ്പോൾ കിടന്ന് ഉറങ്ങിക്കോ. ഉറങ്ങിക്കോ. നമുക്കേ നാളെ പ്രസിഡന്റിന്റെ അടുത്തൊന്ന് പോയി നോക്കാം. പഞ്ചായത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു സഹായം കിട്ടാതിരിക്കില്ലല്ലോ. ആടിനെ കൊണ്ടുപോകാൻ നാളെ റഷീദിനോട് ഒന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേക്ക്. ഏത് ഇറച്ചോടണ റഷീദ്? അത് തന്നെ.
നിങ്ങളെന്ത് വർത്താന ചാക്കോച്ചായി പറയുന്നത്? നിങ്ങളുടെ പള്ളിക്കാരെ വോട്ടുണ്ടല്ലേ ഞാൻ ഇവിടെ ജയിച്ചിരിക്കുന്നത്. അപ്പൊ പള്ളിക്കൊരു ആവശ്യം വന്നാ ഞാൻ ചെയ്യാണ്ടിരിക്കോ? അല്ല, അത് ശരിയാണ്. നിങ്ങൾക്കിപ്പോ പള്ളി പണിയാൻ കാശ് വേണം, അതല്ലേ കാര്യം? അതെ. നിങ്ങൾ ധൈര്യമായിട്ട് പള്ളിപ്പണി തുടങ്ങിക്കോ, കാശ് ഞാൻ ഒപ്പിച്ചുതരാം. പിന്നെ ദൈവത്തിന്റെ കാര്യമാകുമ്പോ നമുക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ? ധൈര്യമായിട്ട് ചെല്ലേ. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട്. അതൊക്കെ ഞാനേറ്റ്. പ്രസിഡന്റെ, ആ നാട് വിട്ടുപോയ പ്രകാശന്റെ മോനും ഭാര്യയും വന്നിട്ടുണ്ട്. ആ വരാൻ പറ. ഓ, വാ. ഇരിക്കി. ചികിത്സാ സഹായം അല്ലേ? ഇതൊന്നും നടപടിയാവുന്ന എനിക്ക് തോന്നുന്നില്ല. എങ്ങനെയെങ്കിലും ശരിയാക്കി തരണം പ്രസിഡന്റ്. വേറെ ഒരു വഴിയില്ലാത്തോണ്ടാ. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ പുറമ്പോക്ക് ഭൂമിയിൽ താമസിക്കുന്ന ആൾക്കാരാണ്. പിന്നെ ഒരു ഐഡന്റിറ്റി കാർഡോ ആധാർ കാർഡോ ഒന്നുമില്ലാത്ത നിങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് പോലും ഗവൺമെന്റിന് അറിയില്ല. പിന്നെ ഞാൻ എവിടെ നിന്ന് പൈസ എടുത്തു തരാനാ? ഇതിനൊക്കെ ഓരോ നിയമങ്ങളില്ലേ? ഞങ്ങളും മനുഷ്യന്മാരല്ലേ പ്രസിഡന്റ്? അതൊക്കെ ശരി തന്നെ, ഗവൺമെന്റ് കാര്യല്ലേ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നല്ലേ ചെയ്തു തരാൻ പറ്റൂ. നിങ്ങളിപ്പോ തൽക്കാലം ചെല്ലി, ഞാനൊന്ന് ആലോചിക്കട്ടെ. ചേട്ടാ അവിടെ നിർത്തോ? എന്നാ ശരി. എവിടെ പോവാ? ഞാനിപ്പോ വരാം. അമ്മ നോക്കോ? നമ്മളെ സഹായിക്കാൻ എന്താ ആരില്ലാത്തത്? മോനെ അന്തോണി, നിന്റെ അപ്പൻ്റെ എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ അന്യമതക്കാരനെ കല്യാണം കഴിച്ചു എന്നും പറഞ്ഞ് പള്ളിയിൽ നിന്നും വീട്ടിൽ നിന്നും എന്നെ പുറത്താക്കി. ഞാനൊരു അസുഖക്കാരിയാണെന്ന് അറിഞ്ഞപ്പോൾ നിന്റെ അപ്പൻ എന്നെ നിന്നെ ഉപേക്ഷിച്ച് എങ്ങോട്ടോ പോവുകയും ചെയ്തു.
പിന്നെ നമുക്ക് രണ്ടുപേർക്കും ദൈവം മാത്രമായി കൂട്ട്. എന്നിട്ട് നമ്മുടെ പ്രാർത്ഥന ഒന്നും ദൈവം കേൾക്കുന്നില്ലല്ലോ. അന്തോണി, നീ വെറുതെ ആവശ്യമില്ലാത്തത് ചിന്തിച്ച് കൂട്ടാതെ പെട്ടെന്ന് ആ കഞ്ഞി കുടിച്ച് തീർക്കാൻ നോക്ക്. എന്നിട്ട് ആ ഗുളിയെന്ന് എടുത്തതാ. വേദന സഹിക്കാൻ വയ്യ, ഞാൻ ഒന്ന് കിടക്കട്ടെ. അതാവേ നിങ്ങളിങ്ങനെ ഇടയ്ക്ക് വന്ന് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, കൃത്യമായ ഡയാലിസിസും മരുന്നും ചെയ്താൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുള്ളൂ. ഇനിയും കാര്യങ്ങൾ ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ബുദ്ധിമുട്ടാകും. എൻ്റെ പുണ്യാണ്, നാളെ അമ്മനെ കൊണ്ട് ആശുപത്രി പോകണം. വേറെ ഒരു വഴിയില്ലാത്തോണ്ട ക്ഷമിച്ചേക്കണേ. എന്നാലും എന്നെ ഏർപ്പാടായത്. കാശെടുത്തവൻ എവനായാലും അവന് ദൈവം കൊടുക്കും. ദൈവത്തിന്റെ കാശ അനുഭവിക്കാതെ എവിടെ പോനാ? പോലീസ് വിളിച്ചോ? ആർക്കറിയാം? പള്ളി കമ്മിറ്റിക്കാരൊക്കെ അറിയാലോ. നന്നായി മെനക്കെട്ടിട്ടുണ്ട്.
നാട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റും. പോലീസ് വരട്ടെ പറയാം. തോമസ് ഏട്ടാ, ഇതെന്താ പറ്റിയേ? ഇന്നലെ രാത്രിയിൽ ആരണ്ടോ നേർച്ച പൊട്ടി പൊളിച്ചു. കാശും കൊണ്ട് പോയി. പള്ളി പണിയാൻ വെച്ച കാശായിരുന്നു. എന്നാലും ഇതാരം വല്ലാത്തൊരു കഷ്ടം തന്നെ. കാശ് കുറെ കൊണ്ടുപോയി. ആർക്കറിയാം. അല്ല നീ എങ്ങോട്ടാ? നമ്മുടെ ലീലേച്ചനെ കൊണ്ട് ഡയാലിസിന്. അല്ല, ആരെങ്കിലും സംശയമുണ്ടോ? ഇവിടെ ഉണ്ടായിരുന്ന ഭ്രാന്തനെ രാവിലെ മുതൽ കാണാനില്ല. അയാളെ എല്ലാവർക്കും സംശയം. അത് ശരി. പോലീസും അച്ഛനും വരുന്നുണ്ട്. വരുന്നുണ്ടല്ലേ? ഞാനങ്ങോട്ട്. എന്നാലും ഈ പൂട്ടങ്ങനെ പൊട്ടിച്ചു. അതിലെങ്ങാനായിരിക്കാമോ? എന്നാലും ആരായിരിക്കും ആ പൈസ കൊണ്ടുപോയിട്ടുണ്ടാവുക? ആർക്കറിയാം. ആ ഭ്രാന്തനെ എല്ലാവർക്കും സംശയം. അയാൾ ഇവിടുന്ന് വന്നു എന്ന് പോലും ആർക്കറിയില്ല. ഇനിയിപ്പോ എവിടെ പോയി കണ്ടുപിടിക്കാന്? എന്തേലാവുന്നു. അല്ലേലും ദൈവത്തിന് എന്തിനാ നമ്മുടെ കാശ്? ഈ കല്യാണം കഴിക്കുന്നത് അടുക്കള പണി എടുക്കാൻ വേണ്ടിട്ടാ? അതെനിക്ക് അന്നേരം തിരിയും. എന്റെ ദേവി എത്തി. ആ അന്നേരല്ലേ? നമുക്ക് അന്നേരം നോക്കാം. കപ്പയിൽ കടലയാടുന്ന്. കടലിട്ട രാജകം തിന്നൂലണേ. മൂപ്പർക്കും ചെക്കനും ചെറുപരിട്ടാലേ പറ്റൂ. അതിന് മൂപ്പരോടല്ലോ. അതിന് ചെക്കന് അച്ഛനെ പോലെ തന്നെയാ. മൂപ്പര മുറിച്ച മുറിയാ. അല്ലണേ, അമ്മയൊന്നും ഇല്ലേ പോരേല്? അമ്മ ലീലാടത്തിനാടെ കുടുംബശ്രീക്ക് പോയിക്ക്. ഓ അല്ലടേ, എന്നിട്ട് പൊട്ടിക്കണ നാരൻ്റെ അടുത്ത് കണ്ടിനാ? ഏയ്, ഒരു 2 ദിവസമായിട്ട് സുമതേച്ചിൻ്റെ അവിടെ പോയിക്ക്. ആ പിന്നെ ഈ 2 കറിവേപ്പില പൊട്ടിച്ചതിന് സോലിനെ ജയിലിൽ കൊണ്ടിടുമല്ലോ. അല്ല, ഒരു കാര്യമുള്ളടുത്ത് ഗുളികന്തരന്റെ മേലെ ഒരു പുല്ല് പൊടിക്കാൻ സമ്മതിക്കൂലേ? അമ്മ താടെ വെച്ചേക്ക്, ഞാൻ കഴുകി വെച്ചോളാം. ഞാൻ ആടുന്നൊരു പണിയെടുക്കല്ലേ, അത് എടുത്തോ. പേടിച്ചു പോയി കുരിപ്പേ ഒറ്റയടിക്കണ്ടല്ലോ. അല്ല, എന്നെ എന്റെ അച്ഛൻ ഉത്സവത്തിന് കൊണ്ടുപോയില്ല? അതൊന്നല്ല, ഇന്നെ പണ്ട് അണ്ണാച്ചിന്റെ അടുത്ത് വാങ്ങിയല്ലേ അച്ഛൻ? ഇല്ലെങ്കിൽ അച്ഛമ്മയോട് വെച്ചോക്ക്. ചക്ക പൊട്ടിച്ചെങ്കിട്ടോ. എനിക്കല്ലേ പരീക്ഷ, പോയി പഠിക്കടാ. പോയി പഠിച്ചോ. ചേക്കാ പോയിട്ട് നമ്മള് സുമതിച്ചിന്റെ മൂത്ത മോളിലെ നമ്മള് അമ്പലി ഓളുണ്ടല്ലോ, ഓള് കുഞ്ഞിപ്പറമ്പിലെ ചന്തുവിനോട് ഒളിച്ചോടി പോയതാ. അയ്യോ, അതിനുള്ള പ്രായമൊക്കെ ആയോ? ആ അമ്മ വരാ. ഈ അമ്മ ഒരു കാര്യം പറയാൻ സമ്മതിക്കല്ല, വെറുതെ വിളിച്ചോണ്ടിരിക്കും. ഞാൻ പോയാലോ. ദേവകി എടുത്തിയേ, നമുക്ക് വിരുന്നുകാരുണ്ടല്ലോ. ആരാണേ? ഇവിടെ രാജിയേച്ചും പെണ്ണുവാ.
ഇതിനിപ്പോ എന്താ ഈ നേരത്ത്? കണ്ണെന്ത് പറ്റിയ? ഒന്നുമില്ലല്ലോ. ഗണേശേട്ടങ്ങൾ ചാടിച്ചിട്ട് പോയിക്കോളി. വേണ്ട. ആ ശരി. എന്തല്ല രാജേച്ചിയെ സജിയോട് വന്നിക്കില്ല? ഇല്ലണേ. ആ വരിക. ഇന്നെന്താണ് ഇന്നേരത്ത്? എന്റെ പുരയിലേക്ക് വരാൻ ഞാൻ നേരവും കാലം നോക്കണം. ഓ നല്ലോ മാളു ഇങ്ങോട്ട് വാ. ഏടിത്തിയെ കുഞ്ഞേട്ട വന്നിക്കില്ല? ഇന്ന് ഊരാളിക്കാവിലെ തെരയല്ലേ? മൂപ്പര് നാടേന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇന്നെന്താ പുതിയ പ്രശ്നം? അച്ഛൻ്റെ ഫോൺ എടുത്ത് അമ്മ കിണറ്റിലിട്ട് അച്ഛൻ അമ്മേനെ അടിയോടി അടി. അമ്മ എന്നെയും കൂട്ടിങ്ങ് പോന്നു. വാ പോട്ടാ. ഇതെന്താ ഈ പുതിയ പോകില്? എഴുത്തിയ ചായ അയക്കാ? ആ പാത്രത്തിലുണ്ട്, എടുത്ത് കുടിച്ചു കഴിഞ്ഞ്. ഓൻ ആരുടെയെങ്കിലും ഉണ്ടാവും, നോക്കുമോള്. അപ്പോട്ടാ അപ്പോട്ടാ അമ്മ എന്തിനാ ഓറക്കാൾ വെച്ചിടുന്നേ? ഓരോന്ന് കളിച്ചോട്ടെ. നിങ്ങൾക്കിപ്പോ എന്താ? ഇനി എന്തിനാ അടുത്ത് കിണറ്റിലിട്ടെ? ഓന്റെ സ്വഭാവം എനിക്ക് അറിഞ്ഞൂടെ? അല്ല എഴുത്തിയെ, നിങ്ങൾ എന്താ ഈ പറയുന്നേ? കുറച്ചെങ്കിലും സൗകര്യം വേണ്ടേ? ഒരു 5 മിനിറ്റ് എന്റെയും മാളുവിന്റെ അരിയത്തിരുന്ന അന്നേരം തുടങ്ങും കിണികിണീന്ന്. ചങ്ങായിമാര് കള്ളു കുടിക്കാൻ. പിന്നെ ഒന്നിനും മൂപ്പരെ കിട്ടൂല. പിന്നെ ആ കുന്ത ഞാനെടുത്ത് കിണറ്റിലിട്ട് പോവൂലേ? നിങ്ങളിത്തിരി ചമ്മന്തി ഓട്ടെ. അതിന് തന്നെ പൈസ അല്ലേ, അത് വേണ്ടീനോ? നിങ്ങൾക്ക് അതാ പ്രശ്നം. നിങ്ങളോട് പറഞ്ഞ് എന്നെ താക്കണം. കുഞ്ഞേട്ടൻ വരട്ടെ. അതിൻ്റെ കുഞ്ഞേട്ടൻ തിരഞ്ഞു വരട്ടെ. വരല്ലോ, വരട്ടെ. ഇതിനൊരു തീരുമാനമായിട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. കുഞ്ഞേട്ടൻ നോക്കിക്കോളൂ. പ്രിയ ഭക്തജനങ്ങളെ, ശ്രീ ഊരാളിക്കാവ് മഹോത്സവം മാർച്ച് 4, 5, 6 തീയതികളിൽ നമ്മൾ സമുചിതമായി ആഘോഷിക്കുകയാണ്. ഊരാളിക്കാവ് തിരമഹോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയ മുഴുവൻ ഭക്തജനങ്ങൾക്കും ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. രാജലശ്ശേരി അമ്പലത്തിൽ 50 രൂപയുള്ളൂ. 50 ഉറുപ്പ്യക്ക് കൊടുത്താൽ മുതലാവൂല. നിങ്ങൾ തരുന്നുണ്ടാ എന്നാ എടുത്തോളൂ. അവിടെ ഇതെടുക്കട്ടെ മോളെ. ഇത് മതി. ഇത് വേണോ? ഇത് മതി നോക്ക്. ഹലോ മനെ, എന്തേലോ? എപ്പോ ഒന്ന് കൊച്ചാരായി അതല്ലേ ഞാൻ പറഞ്ഞ സാധനം വാങ്ങിക്കോ? ഇല്ലടാ, അതിവിടെ ഇല്ല. അത് പിന്നെ വാങ്ങാം. അച്ഛൻ ശരിക്കും വാങ്ങിക്കില്ല? ഇല്ലടാ, കാര്യ കാണുകയാണെ വാങ്ങണേ. ആ മാമ പൊരി കൊണ്ടുവരണേ. ആ കൊണ്ടുവരാടെ. വെറുതെ ഉണ്ട് അലുവ. ആ കൊണ്ടുവരാട്ടോ. അച്ഛൻ ശരിക്കും വാങ്ങിക്കില്ല? ഇല്ലടാ, വാങ്ങിക്കില്ലടാ. പോട്ടെ. എന്നാലേ അച്ഛൻ പിന്നെ വിളിക്കാട്ടോ. അച്ഛൻ നോക്കി നോക്കണേ. ആ അച്ഛൻ വാങ്ങിക്കില്ല എന്ന് വെറുതെ പറയാ. അച്ഛൻ വാങ്ങിക്കുണ്ടാവും. അതെങ്ങനെയാ അപ്പോഴറിയാം?
അച്ഛൻ വാങ്ങൂലെന്ന് പറയുകയും ചെയ്യും, അച്ഛൻ വാങ്ങും ചെയ്യും. എനിക്ക് അച്ഛൻ അറിഞ്ഞൂടെ? ഭഗവതി നമുക്ക് ഉഷാറാക്കാം. വേണ്ട, ഞാൻ ഓഫീസ് പോയി വരാം. രാജാവാ എത്ര നേരം നിങ്ങൾ നോക്കി എടുക്കുന്നത്? നിങ്ങൾക്ക് നോക്കണ്ടേ? അതിന് കുട്ടിക്കാലത്ത് കഴിഞ്ഞിട്ടില്ലല്ലോ. ഇത്രയും കാലമായിട്ട് ഭാവം ഇറങ്ങുന്നതിന് എനിക്ക് അറിഞ്ഞൂടെ? അല്ലാന്ന് സുരേന്ദ്രൻ ആടെ നോക്കി എടുക്കുന്നുണ്ടായിരുന്നു. എന്നാ പോയി. വരും മത്സരത്തിന്റെ അടുത്ത മാംഗല്യത്തിന് എന്റെ സ്ഥാനത്ത് വസ്തു കൽപ്പിച്ചു പോന്നാൽ 4 ആള് കാണത്ത കണ്ണ് ശോഭിക്കാനുള്ള വഴി കളകാട് ശ്വാസപ്പനാഥം കൊടുത്തു വരും കേട്ടാ. സന്തോഷപ്രാപ്തിയായിട്ട് കൈയെടുത്തോ. ഞാൻ മഞ്ച് വന്നിക്കില്ലോ. അതിനൊരു ജയിച്ചു കുത്തിരിക്കാനാണേ പറഞ്ഞേ. അമ്മ മാള അച്ഛന് മാലടിച്ചാണ് ഇപ്പൊ നോക്കിയിട്ട് തരാം. ഇല്ലല്ല തരില്ല. ആ താലപ്പൊലികൾ പെണ്ണുങ്ങളെ വിളിച്ചോളേ. ഒരു പ്രത്യേക അറിയിപ്പ്. താലപ്പൊലികൾ പങ്കെടുക്കുന്ന സ്ത്രീകൾ താലവുമായി അണിയറയുടെ അടുത്തേക്ക് എത്തണമെന്ന് ക്ഷേത്ര കമ്മിറ്റി അറിയിക്കുന്നു. ഇല്ല, എടുക്കുന്നില്ല.
കിട്ടുന്നില്ലേ? വിളിച്ചിട്ട് കിട്ടിയില്ല? നോക്കട്ടെ, ഞാൻ അങ്ങോട്ട് തന്നെ. അപ്പൊ വിളിക്കുന്നു. കുറച്ച് സീരിയസ് ആണ്, ഐസിയുലാണത്. സീരിയസ് കുഴപ്പമൊന്നുമില്ല, ആസ്പത്രിയില. ഈ ഇഞ്ചക്ഷൻ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി കേട്ടോ. ബ്രെയിനിൽ നല്ല ഇഞ്ചുറി ഉണ്ട്, നല്ല ഇന്റേണൽ ബ്ലീഡിങ്ങും ഉണ്ട്. ഈ കുട്ടിയുടെ ഇവിടെ ആരാ ഉള്ളത്? അവരോട് എൻ്റെ റൂമിലേക്കൊന്ന് വരാൻ പറയും. സാറേ. ആ, കുട്ടിയുടെ അച്ഛനാണോ? അല്ല, അയൽവാസിയാ. വരും, ഇരിക്കും. എന്താ സാറേ? കുട്ടിയുടെ കാര്യം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ബ്രെയിനിൽ നല്ല ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ട്. അതുകൊണ്ട് അറിയിക്കാനുള്ളവരൊക്കെ അറിയിച്ചോളൂ. ശരി സാറേ. ഡോക്ടർ എന്താ പറഞ്ഞേ? അപ്പോൾ കുഴപ്പമൊന്നുമില്ല. നിന്റെ ഫോൺ നോട്ടെ. ഞാൻ ചെയ്തിട്ടില്ല. ഇനി ഒരിടത്തേക്ക് ചെല്ലേ. ആ ഗണേശേട്ടാ, നിങ്ങളെടുത്തി ഞാൾ ഇവിടുന്ന് ഇറങ്ങിക്കില്ല. നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഇവിടുത്തെ കാര്യമോ? എടാ, ഇവിടുത്തെ അവസ്ഥ വളരെ മോശമാണ്. ഇവിടെ തെറ പകുതി അയക്കുള്ളൂ. ഡോക്ടർ എന്താ പറഞ്ഞത്? അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചെന്നാ പറഞ്ഞു. എങ്ങനെയെങ്കിലും മുമ്പ് ഇവിടുന്ന് എത്തിക്കും. നിങ്ങൾക്ക് എന്താ കാര്യം പറഞ്ഞിട്ട് മനസ്സിലാവും? ഒരു മനുഷ്യന്റെ കാര്യമല്ലേ പറയുന്നത്? എന്തെന്നാ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഞാക്കൊന്നും ആലോചിക്കാനില്ലേ? നീ പറഞ്ഞില്ലേ? നിങ്ങൾ എന്ത് വർത്താനാ പറയുന്നത്? മൂപ്പര മോന ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. ഇവിടെ 3-5 കൊല്ലായിട്ട് ഇപ്രാവശ്യം ഉത്സവം നടക്കുന്നത്. പിന്നെ ഇനി എന്ത് വർത്താനേ പറയുന്നത്? ഭഗവതിന്റെ കാര്യല്ലേ? പ്രതീക്ഷിക്കാണ്ട് സംഭവിക്കുന്ന ഒരു കാര്യല്ലേ? നമ്മൾ നിന്ന് കൊടുക്കണ്ടേ? മനുഷ്യല്ലേ അയാള്? അതെ, നടക്കൂല പറഞ്ഞാൽ നടക്കൂല. എന്ത് നടക്കൂല? പറയുന്നത് എന്ത് നടക്കൂലെന്ന്? എന്ത് നടക്കൂലെന്ന് നിങ്ങൾ ഈ അവസ്ഥ ഒന്ന് മനസ്സിലാക്കി. രാജാപ്പ, നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാം. കൈണ്ടടാ, കയ്യാൻ കാത്ത ചെക്കനങ്ങ്. നമുക്ക് പോയാ പറ്റൂ.
വിരലുമ്മൽ തൂങ്ങി വരണില്ലേ പൊന്നേ വരമ്പത്തൂടോടി കളിയാടാൻ പോണ്ടേ വാളൻ പുളിമരം ചുറ്റി തീറകളിച്ച് നീളൻ നേടുംബനയിൽ കൂടും തത്യോടുമിണ്ടി ചൂടൻ വെയിലുകൊണ്ട് കുന്നാകെ കേറി മണ്ടി പോകേണ്ടേ പൊന്നുമോനെ കാണട്ടെ അച്ഛനില്ല പോകേണ്ടേ പൊന്നുമോനെ കാണട്ടെ അച്ഛനില്ല നെഞ്ചും മച്ചാഞ്ഞ് കിടക്കേണ്ടേ പൊന്നേ പറഞ്ഞാലും തീരാ കഥ കേൾക്കാനില്ലേ നൂലൻ മഴയും കൊണ്ട് കണ്ടം നേറച്ചു മൂടാൻ കാലൻ കുടകമഴ്ത്തി തോട്ടീന്ന് മീൻ പിടിക്കാൻ ചേലൻ മാങ്കുമ്പിലേറി കാലാട്ടിക്കാറ്റുകൊള്ളാൻ പോവണ്ടേ പൊന്നുമോനെ കാണട്ടെ അച്ഛനില്ല ഞാൻ ചോദിച്ചിട്ട് ആരൊന്നും പറയുന്നില്ല. നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക്. അപ്പൊന്നുമില്ല, നിങ്ങളിങ്ങനെ വന്നേ. ഡോക്ടറെ അപ്പൂന്റെ അച്ഛനാ ഓന് ഒന്നും പറയാറായിട്ടില്ല. ഇനിയുള്ള 2 മണിക്കൂർ കുറച്ച് ക്രൂഷ്യലാണ്. ഞാനെന്ത് വേണോ തരാം, എന്റെ മോനെ തിരികെ തരാം. ഞങ്ങളുടെ പരമാവധി ഞങ്ങൾ ചെയ്യുന്നുണ്ട്. സിറ്റുവേഷൻ കുറച്ച് ക്രിട്ടിക്കലാണ്. നിങ്ങളൊക്കെ ദൈവത്തിന്റെ പ്രതിരൂപങ്ങളല്ലേ? പ്രാർത്ഥിക്കും, എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. ഇടതും വലതും നിന്നും മുന്നിലും പിന്നിൽ നിന്നും മേലും താഴെ നിന്നും ഞാൻ കേട്ടാ പോരെ. എന്നെ ഈ സ്വരൂപത്തിന് മനസ്സിലുണ്ടല്ലോ അല്ലേ? ഇരിക്കട്ടെ. സർവ്വമാരികളിൽ നിന്നും സർവ്വവ്യാധികളിൽ നിന്നും ഒരു തുറയായിട്ട് എന്റെ അമ്മേ എന്നെ കാത്തുവേണമെന്ന് വിളിക്കുമ്പോ ഞാനിവിടെ വെളിപ്പുറത്തുണ്ടായ പോരെ. ഇരിക്കട്ടെ.